Good morning. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണ്ടൂസിനെ പറ്റിയിട്ടാണ്. വാട്ട് ആർ കോണ്ടൂസ്? കോണ്ടൂസ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ്. ദാറ്റ് ഈസ് ഒരു ഗ്രൗണ്ടിൽ ഈക്വൽ എലവേഷൻ ഉള്ള പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ കോണ്ടൂസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ആൻ ഇമാജിനറി ലൈൻ ഓൺ ദ ഗ്രൗണ്ട് സർഫസ് ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ എലവേഷൻ. ഇൻ അതർ വേർഡ്സ് നമ്മൾക്ക് പറയാവുന്നത് ഒരു ലെവൽ സർഫസ് വെച്ചിട്ട് ഒരു ഗ്രൗണ്ടിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന പോയിന്റ്സ്, ആ പോയിന്റ്സ് ജോയിൻ ചെയ്യുന്നതിന് ലൈനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. ദ ലൈൻ ഓൺ ദ മാപ്പ് റെപ്രസെൻറ്റ്സ് എ കോണ്ടൂർ ആൻഡ് ഇസ് കോൾഡ് കോണ്ടൂർ ലൈൻ. Next, what is contour map? A map showing contour lines is known as a contour map. ഒരു ഏരിയയിൽ ഓരോ പോയിന്റ്സിനും ഓരോ ഇലവേഷൻ ആയിരിക്കും. അതിൽ സെയിം ഇലവേഷൻ വരുന്ന പോയിന്റ്സിന് ജോയിൻ ചെയ്യുന്നതാണ് കോണ്ടൂർ ലൈൻസ്. അങ്ങനെ ആ ഏരിയയിലുള്ള എല്ലാ കോണ്ടൂർ ലൈൻസിനും റെപ്രസെൻറ്റ് ചെയ്ത് ഒരു മാപ്പിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതിനെ കോണ്ടൂർ മാപ്പ് എന്ന് പറയും. സോ എ കോണ്ടൂർ മാപ്പ് ഗിവ്സ് എൻ ഐഡിയ ഓഫ് ദ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദ സർഫസ് ഫീച്ചേഴ്സ് ആസ് വെൽ ആസ് ദെയർ റിലേറ്റീവ് പൊസിഷൻസ് ഇൻ പ്ലാൻ. Next, what is contouring? The process of tracing contour lines on the surface of the earth is called contouring. Contour lines trace ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോണ്ടൂറിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തിനാണ് കോണ്ടൂറിംഗ് ചെയ്യുന്നത്? എല്ലാ മെയിൻ പ്രോജക്ട്സിനും സച്ചസ് ഒരു റെയിൽവേ ലൈൻ ഫിക്സ് ചെയ്യാൻ, കനാൽ കൺസ്ട്രക്ട് ചെയ്യാൻ, ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ, റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ, എല്ലാത്തിനും നമ്മൾ അതിൻ്റെ കോണ്ടൂർ സർവേ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നതാണ്. സോ റോഡ് തന്നെയാണെങ്കിൽ നമ്മൾക്കറിയാം കോണ്ടൂർ സർവേ ചെയ്യുന്ന കൊണ്ടിട്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഒരു റോഡിൻ്റെ ഗ്രേഡിയൻറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് പാസ് ചെയ്യുന്ന പോയിന്റിൽ ഓരോ ഇലവേഷനും നമ്മൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ റോഡിൻ്റെ ഗ്രേഡിയൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് എല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഡാം ആണെങ്കിൽ കോണ്ടൂർ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാമിൽ മാക്സിമം കപ്പാസിറ്റി കിട്ടുന്ന രീതിക്ക്, എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം അതിൽ വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അതിൻ്റെ ഇലവേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഡാമിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പോയിന്റിലാണ്, ഏത് ഏരിയയിലാണ് മാക്സിമം വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഏത് ഏരിയയിലാണ് മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സിന് ഓൾട്ടിറ്റ്യൂഡ് കുറവുള്ളത്, ആ ഏരിയയിലാണ് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. So, what is the purpose of contouring? For preparing contour maps in order to select the most economical site or suitable site. എല്ലാ പ്രോജക്ട്സിനും മോസ്റ്റ് എക്കണോമിക്കൽ ഓർ സ്യൂട്ടബിൾ സൈറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ കോണ്ടൂർ മാപ്സ് പ്രിപ്പയർ ചെയ്യണം. കോണ്ടൂർ മാപ്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ കോണ്ടൂറിങ് ചെയ്യണം. നെക്സ്റ്റ്, ടു ലൊക്കേറ്റ് ദ അലൈൻമെൻറ്റ് ഓഫ് എ കനാൽ സോ ദാറ്റ് ഇറ്റ് ഫോളോ റിഡ്ജ് ലൈൻ. റിഡ്ജ് ലൈൻ എന്ന് പറയുന്നത് ഇതൊരു റിഡ്ജ് ലൈനാണ്. ദാറ്റ് മീൻസ് ദ ഹയർ വാല്യൂസ് ആർ ഇൻസൈഡ്. റിഡ്ജ് മീൻസ് ഒരു വി ഷേപ്പ് പോലെ വിയുടെ ടോപ്പ് പോയിന്റിനെയാണ് നമ്മൾ റിഡ്ജ് എന്ന് പറയുന്നത്. സോ കനാൽസിൻ്റെ അലൈൻമെൻറ്റ് എപ്പോഴും റിഡ്ജ് ലൈൻ ഫോളോ ചെയ്തിരിക്കും. സോ ഈ റിഡ്ജ് ലൈനിനെ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ കോണ്ടൂറിങ് ചെയ്യണം. ടു മാർക്ക് ദ അലൈൻമെൻറ്റ് ഓഫ് റോഡ്സ് ആൻഡ് റെയിൽവേ സോ ദാറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് ബോത്ത് ഇൻ കട്ടിംഗ് ആൻഡ് ഫില്ലിംഗ് ഷുഡ് ബി മിനിമം. യൂഷ്വലി നമ്മൾ റോഡ്സും റെയിൽവേസിനും ഈക്വൽ എലവേഷനുള്ള ഏരിയയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം, ലെവലായി പോകുന്ന ഒരു റോഡിൽ പെട്ടെന്ന് ഒരു ഡിപ്രഷൻ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് സെയിം ലെവലിൽ എത്തിക്കണം. സോ അങ്ങനത്തെ പോയിന്റ്സ് മാക്സിമം നമ്മൾക്ക് അവോയ്ഡ് ചെയ്ത് സെയിം എലവേഷനുള്ള പോയിന്റ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെയിൽവേസിലും റോഡ് പ്രൊജക്ട്സിലൊക്കെ കോണ്ടൂറിങ് ചെയ്യുന്നത്. ഒരു ഗ്രൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാൻ, വെദർ ഇറ്റ് ഈസ് എ ഫ്ലാറ്റ്, അൺറിലേറ്റിംഗ് ഓർ മൗണ്ടൈനസ്, ഇതിനൊക്കെ നമ്മൾ കോണ്ടൂറിങ് ചെയ്യും. ടു ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് എ റിസർവോയർ, എത്രമാത്രം വോളിയം ഓഫ് എർത്ത് വർക്ക് റിക്വേർഡ്, ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന് വി വിൽ ഡു കോണ്ടൂറിങ് പ്രോസസ്. ടു ട്രേസ് ഔട്ട് ദ ഗിവൺ ഗ്രേഡ് ഓഫ് എ പെർട്ടിക്കുലർ റൂട്ട്, ഒരു റൂട്ടിൻ്റെ ഓൾറെഡി ഉള്ള ഡെവലപ്ഡ് ആയ ഒരു റൂട്ടിൻ്റെ ഇലവേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി കോണ്ടൂറിങ് ചെയ്യും. ടു ലൊക്കേറ്റ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഡിപ്രഷൻ ആണോ, ഹില്ലി ആണോ, സ്റ്റീപ്പി ആണോ, സ്ലോപ്പ് ആണോ, ആ ഒരു ഏരിയയുടെ എല്ലാ ഫിസിക്കൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ വി വിൽ ഡു കോണ്ടൂറിങ്. നെക്സ്റ്റ്, വാട്ട് ഈസ് കോണ്ടൂർ ഇൻ്റർവൽ? ഒരു കോണ്ടൂർ നമ്മൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ അതിന് രണ്ട് മെഷർമെൻറ്റ്സ് ആണുള്ളത്, വെർട്ടിക്കൽ മെഷർമെൻറ്റ്സ് ആൻഡ് ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സ്. അതിൻ്റെ vertical distance between two consecutive contours is called the contour interval, and horizontal distance between any two adjacent contours is called the horizontal interval. നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു ലെവൽ സർഫസ് വെച്ചിട്ട് ഒരു ഗ്രൗണ്ടിനെ കട്ട് ചെയ്യുമ്പോൾ സെയിം എലവേഷനുള്ള പോയിന്റ്സും കൂടെ മാത്രമേ അത് കട്ട് ചെയ്ത് പോകുകയുള്ളൂ. സോ ഈ ലെവൽ സർഫസ് നമ്മൾ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് കോണ്ടൂർ ഇൻ്റർവെല്ലിൽ കൂടെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസിൽ കൂടെയാണ് കട്ട് ചെയ്ത് നോക്കുന്നത്. ദാറ്റ് മീൻസ് കോണ്ടൂർ ഇൻ്റർവെൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇറ്റ്സ് ഹൊറിസോണ്ടൽ ഈക്വലൻ്റ് മേ ബി
അതായിരിക്കും വേരിയബിൾ ആയിട്ട് മാറുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു ഫിഗർ കാണുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ്. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഓൺ വിച്ച് കോണ്ടൂർ ഇൻ്റർവൽ ഡിപ്പെൻഡ്സ്. നമ്മൾ കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോണ്ടൂർസ് ആണ്. അത് കോണ്ടൂർ ഇൻ്റർവൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു മെഷർമെൻ്റ് ആണ്. അത് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നേച്ചർ ഓഫ് ദ ഗ്രൗണ്ട്. ഇൻ ഫ്ലാറ്റ് ആൻഡ് യൂണിഫോംലി സ്ലോപ്പിംഗ് ഗ്രൗണ്ട് കോണ്ടൂർ ഇൻ്റർവൽ, ഫ്ലാറ്റും ചെറിയ സ്ലോപ്പുള്ള ഏരിയ ആണെങ്കിൽ വി വിൽ ഗോ ഫോർ എ സ്മോൾ കോണ്ടൂർ ഇൻ്റർവൽ. ദാറ്റ് മീൻസ് ചെറിയ ഇൻ്റർവെല്ലിൽ വരെ അതിന് മൈന്യൂട്ട് ചേഞ്ചസ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ബട്ട് ഇൻ ബ്രോക്കൺ ആൻഡ് മൗണ്ടൈനസ്, വളരെ ഹില്ലി ഏരിയ ആണെങ്കിൽ ലാർജ് കോണ്ടൂർ ഇൻ്റർവെൽസ് ആണ് കൊടുക്കാറുള്ളത്. ദാറ്റ് മീൻസ് അതിൻ്റെ ഡിപ്രഷൻ നമ്മൾക്കത് കണക്ട് ചെയ്യുമ്പോൾ കിട്ടും. പക്ഷേ സ്ലോപ്പി ഫ്ലാറ്റ് ഏരിയസിലാണെങ്കിൽ ചെറിയ കോണ്ടൂർ ഇൻ്റർവെൽ കൊടുത്താലേ അതിൻ്റെ മൈന്യൂട്ട് ചേഞ്ചസ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദ പർപ്പസ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ സർവേ. സ്മോൾ ഏരിയയിലാണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവെൽ സ്മോൾ ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ പ്രോജക്റ്റ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്, ഡിസൈൻ വർക്കാണെങ്കിൽ അതിൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നമ്മൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള പ്രോജക്ട്സിൽ വി വിൽ ഗോ ഫോർ സ്മോൾ കോണ്ടൂർ ഇൻ്റർവെൽ. ദാറ്റ് മീൻസ് ചെറിയ ചെറിയ ചേഞ്ചസ് വരെ ഗ്രൗണ്ടിൽ ഉണ്ടാവുന്നത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കോണ്ടൂർ ഇൻ്റർവെൽ എടുക്കും. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അടുത്തടുത്തുള്ള പോയിൻറ്റ്സിൻ്റെ വരെ ഇലവേഷൻസ് നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് ദ സ്കെയിൽ ഓഫ് ദ മാപ്പ്. സ്മോളർ സ്കെയിൽ ആണെങ്കിൽ ഗ്രേറ്റർ കോണ്ടൂർ ഇൻ്റർവെൽ ആണ്. സ്മോളർ സ്കെയിൽ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് കുറവായിരിക്കും. ദാറ്റ് മീൻസ് അതിൻ്റെ കോണ്ടൂർ ഇൻ്റർവെൽ നമ്മൾക്ക് കൂടുതലായിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ദാറ്റ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നെക്സ്റ്റ് ടൈം ആൻഡ് എക്സ്പെൻസ് ഓഫ് ഫീൽഡ് ആൻഡ് ഓഫീസ് വർക്ക്. സ്മോളർ ദ ഇൻ്റർവെൽ ഗ്രേറ്റർ ഈസ് ദ എമൗണ്ട് ഓഫ് ഫീൽഡ് വർക്ക്. സ്മോളർ ഇൻ്റർവെൽ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ കുറേ പോയിൻറ്റ്സിലത്തെ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ കൂടുതൽ വി ഹാവ് ടു പുട്ട് എഫേർട്ട്. നെക്സ്റ്റ് കോമൺ വാല്യൂസ് ഓഫ് ദ കോണ്ടൂർ ഇൻ്റർവെൽ. ഫോർ ലാർജ് സ്കെയിൽ മാപ്സ് ഓഫ് ഫ്ലാറ്റ് കൺട്രി, ഫോർ ബിൽഡിംഗ് സൈറ്റ്സ് എക്സെട്ര നമ്മൾ ചൂസ് ചെയ്യുന്ന കോണ്ടൂർ ഇൻ്റർവെൽ 0.2 to 0.5 മീറ്റർ ആണ്. നെക്സ്റ്റ് കോമൺ വാല്യൂസ് റിസർവോയേഴ്സിന് 0.5 to 2 മീറ്റർ, ലൊക്കേഷൻ സർവീസിന് 2 to 3 മീറ്റർ, ടോപ്പോഗ്രാഫിക് വർക്കിന് ഫോർ സ്മോൾ സ്കെയിൽ വർക്ക്സിനൊക്കെ 3, 5, 10 ആസ് നമ്മളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് മാറും. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർസ് എന്നുള്ളതാണ്. സോ ഓൾ പോയിൻറ്റ്സ് ഇൻ എ കോണ്ടൂർ ലൈൻ ഹാവ് ദ സെയിം എലവേഷൻ. അത് നമ്മൾക്കറിയാം. ഒരു കോണ്ടൂർ ലൈൻ തന്നെ വി വിൽ ഡ്രോ ഫോർ സെയിം എലവേഷൻ പോയിൻറ്റ്സ്. So that is the first characteristics. Next, flat ground is indicated where the contours are widely separated and steep slope where they run close to each other. ഒരു കോണ്ടൂർ മാപ്പിൽ അതിൻ്റെ കോണ്ടൂർ ലൈൻസ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ, വൈഡ്ലി സെപ്പറേറ്റഡ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഫ്ലാറ്റ് ഗ്രൗണ്ട്. പക്ഷേ കോണ്ടൂർ ലൈൻസ് അടുത്തടുത്താണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതൊരു സ്റ്റീപ്പ് സ്ലോപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, യൂണിഫോം സ്ലോപ്പ് ഈസ് ഇൻഡിക്കേറ്റഡ് വെൻ ദ കോണ്ടൂർസ് ആർ യൂണിഫോംലി സ്പേസ്ഡ്. ഈ കോണ്ടൂർ ലൈൻസ് യൂണിഫോംലി സ്പേസ്ഡ് ആണെങ്കിൽ അതൊരു യൂണിഫോം സ്ലോപ്പായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് എ പ്ലെയിൻ സർഫസ് വെൻ ദേ ആർ സ്ട്രെയിറ്റ് ഓർ പാരലൽ ആണെങ്കിൽ ദേ ഇൻഡിക്കേറ്റ് എ പ്ലെയിൻ സർഫസ്. ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പം നമ്മൾ ഈ ഫിഗറിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഒരു ഹില്ലി ഏരിയയാണ്. ഹില്ലി ഏരിയയിൽ നമ്മൾ ഓരോ ലെവൽ സർഫസ് 60-ലൊരു ലെവൽ സർഫസ് വെച്ച് കട്ട് ചെയ്തു, 65-ലൊരു ലെവൽ സർഫസ് വെച്ച് കട്ട് ചെയ്തു. ഈ ഡിസ്റ്റൻസ്, വേർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്ന ഹൊറിസോണ്ടൽ ഈക്വലൻറ്റ്. ഓക്കെ, സോ എ സീരീസ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻസ് ഓൺ എ മാപ്പ് റെപ്രസെൻ്റ് എ ഹിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോണ്ടൂർ വരച്ചപ്പോഴേക്കും നമ്മൾക്ക് കിട്ടിയത് ഇതുപോലത്തെ ഒരു കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. സോ അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 60 ആണ്. ഔട്ടർ ഈസ് 60, നെക്സ്റ്റ് ഇന്നർ ഈസ് 65, അതിൻ്റെ ഇന്നറിൽ 70. ദാറ്റ് മീൻസ് ഓൺ ഗോയിങ് ഇൻസൈഡ് വാല്യൂസ് ആർ ഹയർ. സോ ദാറ്റ് റെപ്രസെൻറ്റ്സ് എ ഹിൽ. സിമിലർലി ഒരു ഡിപ്രഷൻ ഉള്ള സ്ഥലത്ത്, ഒരു വാലി പോലെയുള്ള സ്ഥലത്ത് നമ്മൾ ലെവൽ സർഫസ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ കോണ്ടൂർ മാപ്പിൽ ഉള്ളിലോട്ടുള്ള പോയിൻറ്റ്സിൽ എലവേഷൻ കുറവായിരിക്കും. ഇവിടെ നമ്മൾ 60-യുടെ ലെവൽ സർഫസ് കട്ട് ചെയ്ത നടുക്കാണ്. സോ അത് ഉള്ളിലുള്ള സർക്കിളിലാണ് വന്നത്. 65-ൻ്റെ ഇത്രയും കൂടെ പുറമേ ആയിട്ട് വരും 16-നേക്കാളും. സോ ദാറ്റ് മീൻസ് ഓൺ മൂവിങ് ഇൻവേർഡ്സ്
ഇതിൻ്റെ ഇലവേഷൻ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ദാറ്റ് റെപ്രസെൻറ്റ്സ് എ ഡിപ്രഷൻ. അതുപോലെ തന്നെ ഒരു കോണ്ടൂർ ലൈൻസ് ക്രോസ് റിഡ്ജ് ഓർ വാലി. റിഡ്ജിലാണെങ്കിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഇതാണ് ഇതിൻ്റെ കോണ്ടൂർ ലൈൻസ്. പക്ഷേ ഇഫ് ദ ഹയർ വാല്യൂസ് ആർ ഇൻസൈഡ് ദ ബെൻഡ് ഓർ ലൂപ്പ് ഇൻ ദ കോണ്ടൂർ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ റിഡ്ജ്. സിമിലർലി വാലീസിൽ ഹയർ വാല്യൂസ് ആർ ഔട്ട്സൈഡ് ദ ബെൻഡ്. ഒരു ബെൻഡ് നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ ഹയർ വാല്യൂസ് ഔട്ട്സൈഡ് ആണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ വാലി. വാലി മീൻസ് ഇത് നടുക്കുള്ള പോയിന്റ്സിൽ ഇലവേഷൻ കുറവായിരിക്കും, റിഡ്ജിൽ നടുക്കുള്ള ബെൻഡിൽ എലവേഷൻ കൂടുതലായിരിക്കും. Characteristics of contours. Contours cannot end anywhere. Contours but close on themselves either within or outside the limits. Contour lines ഒരിക്കലും എൻഡ് ആവില്ല. ഇറ്റ് ഓൾവേസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ്, contour lines cannot merge or cross one another on map except in the case of overhanging cliff. ഈ overhanging cliffൽ നമുക്ക് നോക്കാം. ഓവർഹാങ്ങിങ് ക്ലിഫിൽ 40യുടെ കട്ട് ചെയ്യുമ്പോൾ 40യുടെ ഒരു സർക്കിൾ കിട്ടി, 30യുടെ ഒരു സർക്കിൾ ഇങ്ങനെ വരും. സോ ദാറ്റ് മീൻസ് ഓവർ ഹാങ്ങിങ് ക്ലിഫിൽ മാത്രം ഇറ്റ് വിൽ ക്രോസ് വൺ അനദർ. ഓക്കെ, വെർട്ടിക്കൽ ക്ലിഫിൽ നോക്കാം. ഈ വെർട്ടിക്കൽ ക്ലിഫിൽ ഈ പോയിന്റിൽ 40, 30, 20യുടെ കോണ്ടൂർ ലൈൻസ് ദേ വിൽ പാസ്, എല്ലാം ഒരേ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദേ കോയിൻസൈഡ് ആൻഡ് ദ ഹൊറിസോണ്ടൽ ഈക്വലന്റ് ബിക്കം 0 ദർ. സോ അത് വെർട്ടിക്കൽ ക്ലിഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓവർ ഹാങ്ങിങ് ക്ലിഫിൽ അത് ക്രോസ് ചെയ്യുകയും വെർട്ടിക്കൽ ക്ലിഫിൽ അത് കോയിൻസൈഡ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എ സാഡിൽ പോയിന്റ്. ഡിപ്രഷൻ ബിറ്റ്വീൻ സമിറ്റ്സ് ഈസ് കോൾഡ് എ സാഡിൽ. ഇപ്പോൾ ഇതൊരു ഡിപ്രഷനാണ്. ഡിപ്രഷൻ ബിറ്റ്വീൻ സമിറ്റ്സ് ഈസ് കോൾഡ് എ സാഡിൽ. ഇതൊരു ഡിപ്രഷനാണ്. 17, 90, 80, 70. ഇവിടെ ഒരു ഡിപ്രഷൻ, ഇവിടെ ഒരു ഡിപ്രഷൻ. ഇതിൻ്റെ ഈ രണ്ട് മൗണ്ടെയ്ൻസിൻ്റെ ഡിപ്രഷൻ ഔട്ട്സൈഡിലാണ്, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള മൗണ്ടെയ്ൻസിൻ്റെ ഡിപ്രഷൻ മുകളിലാണ്. സോ ലൈൻ പാസിംഗ് ത്രൂ ദ സാഡിൽസ് ആൻഡ് സമിറ്റ്സ് ഗിവ് വാട്ടർ ഷെഡ് ലൈൻ. It is represented by 4 sets of contours as shown. It represents a dip in a ridge line or the junction of two ridges, and in the case of a mountain range, it takes a form of a pass. Next, methods of contouring. Contouring എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പോയിന്റ്സിൻ്റെയും എലിവേഷൻ ഓർ ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് നമ്മൾക്ക് ഏതൊക്കെ പോയിന്റ്സിലാണോ എലിവേഷൻ വേണ്ടത് ആ പോയിന്റ്സിൽ കറക്റ്റ് ആ പോയിന്റ്സിൽ അതിൻ്റെ എലിവേഷൻ കണ്ടുപിടിക്കുന്നതാണ്. ഇൻ ദിസ് മെത്തേഡ് ദ കോണ്ടൂർസ് ടു ബി ലൊക്കേറ്റഡ് ആർ ഡയറക്ട്ലി ട്രേസ്ഡ് ഔട്ട് ഇൻ എ ഫീൽഡ് ബൈ ലൊക്കേറ്റിംഗ് ആൻഡ് മാർക്കിംഗ് എ നമ്പർ ഓഫ് പോയിന്റ്സ് ഓൺ ഈച്ച് കോണ്ടൂർ. ദീസ് പോയിന്റ്സ് ആർ ദെൻ സർവേഡ് ആൻഡ് പ്ലോട്ടഡ് ഓൺ എ പ്ലാൻ ആൻഡ് ദ കോണ്ടൂർസ് ഡ്രോൺ ത്രൂ ദം. ഇപ്പോൾ നമ്മൾക്ക് വേണ്ട പോയിന്റ്സ് ഈ ഡോട്ട്സ് ആണെങ്കിൽ ആ ഓരോ പോയിന്റിലും നമ്മൾ ഒരു ഡംബി ലെവൽ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ഒരു ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്തിട്ട് ആ പോയിന്റ്സിൽ എലിവേഷൻ നമ്മൾ കണ്ടുപിടിച്ച് ഏതൊക്കെയാണ് വേണ്ടത് എന്നിട്ട് ഈക്വൽ എലിവേഷൻ വരുന്നതിൽ കൂടെ നമ്മൾ കോണ്ടൂർ ലൈൻസ് വരച്ച് കണ്ടുപിടിക്കുന്നതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഫസ്റ്റ്, ഇൻഡയറക്റ്റ് മെത്തേഡ്. സോ ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് വെരി സ്ലോ ആൻഡ് ടെഡിയസ് വർക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഏതൊക്കെ പോയിന്റിലാണോ വേണ്ടത് ആ പോയിന്റിലെ എല്ലാം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓരോ ഗ്രിഡായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രിഡിലെയും നമ്മൾ പോയിന്റ്സ് എവിടെയൊക്കെയാണോ വേണ്ടത് അതൊക്കെ കണ്ടുപിടിക്കുന്നതാണ്. സോ സ്മോൾ ഏരിയ ആണെങ്കിൽ നമ്മൾക്ക് ചെയ്യാനും അതിന് ആക്യുറസിയും കൂടുതലായിരിക്കും. വൈഡ് ഏരിയയും കുറേ ലാർജ് സൈറ്റൊക്കെ ആണെങ്കിൽ ഇത് വളരെ ടെഡിയസ് ആയിട്ടുള്ളൊരു വർക്കായി മാറും. സോ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർമനൻറ്റ് ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുക, അതിൽ നിന്ന് ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുക. ഈ ടെമ്പററി ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പററി ബെഞ്ച് മാർക്കിൽ നിന്ന് നമുക്ക് ഏതൊക്കെ പോയിന്റ്സിൻ്റെ ആണോ നമ്മൾക്ക് ലെവൽസ് വേണ്ടത് അതൊക്കെ മാക്സിമം കമാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വേണം ടെമ്പററി ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യാൻ. സോ maximum number of points can be commanded from the instrument station. The height of the instrument is determined by taking a backside on the benchmark and adding it to the reduced level of benchmark. The staff reading required to fix points on the various contours is determined by subtracting that നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ
Next, direct method by radial lines. This method is suitable for small areas. ഇതിൽ നമ്മളൊരു സെൻട്രൽ ലൈൻ ഫിക്സ് ചെയ്യും, എന്നിട്ട് റേഡിയൽ ലൈൻസ് നമ്മൾ അലൈൻ ചെയ്യും. ഓരോ റേഡിയൽ ലൈൻസിലെ ഓരോ പോയിന്റും നമ്മൾ ഓരോ പോയിന്റ്സും നമ്മൾ ഡംബി ലെവൽ വെച്ചിട്ട് അതിൻ്റെ ഇലവേഷൻസ് കണ്ടുപിടിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ റേഡിയൽ ലൈൻസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾസും ബെയറിങ്സും വെച്ചിട്ട് ഓരോ റേഡിയൽ ലൈൻസും തിയോഡലൈറ്റ് ഓർ കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും. എന്നിട്ട് ആ റേഡിയൽ ലൈൻസിലത്തെ ഓരോ ഇൻ്റർവെല്ലിലെയും പോയിൻറ്റ്സിൻ്റെ ഇലവേഷൻ നമ്മൾ കണ്ടുപിടിക്കും. സോ ടെമ്പററി ബെഞ്ച് മാർക്സ് ആർ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദ സെൻറ്ററിൽ ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. നിയർ ദ എൻഡ്സ് ഓഫ് ദ റേഡിയൽ ലൈൻസിൻ്റെ എൻഡിലും നമ്മൾ ഫിക്സ് ചെയ്യും. Then the contour points are then located and marked on these lines, and their positions are determined by measuring their distances along the radial lines. So the contour points are then located and marked on these lines. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദ റേഡിയൽ ലൈൻസ് നമ്മൾ കണ്ടുപിടിക്കും. They are then plotted on the plan and contours drawn by joining all the corresponding points with the help of a plane table instrument. Next, indirect method. Indirect മെത്തേഡിൽ നമ്മൾ ഗ്രിഡ് ഒന്നും റെഡിയാക്കുന്നില്ല. വാട്ട് വി വിൽ ഡു ഈസ് സ്പോട്ട് ലെവൽസ് നമ്മൾ കണ്ടുപിടിക്കും. ഏതെങ്കിലും ഇപ്പോൾ ഒരു ഹില്ലോ ഡിപ്രഷനോ അതുപോലെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് വരികയാണെങ്കിൽ ആ ഏരിയയിലുള്ള സ്പോട്ട് ലെവൽസ് എടുത്തിട്ട് ആ സ്പോട്ട് ലെവൽസ് ഫസ്റ്റ് നമ്മൾ പ്ലാനിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് ദ പൊസിഷൻസ് ആർ ദെൻ പ്ലോട്ടഡ് ഓൺ ദ പ്ലാൻ ആൻഡ് ദ കോണ്ടൂർസ് ആർ ഡ്രോൺ ബൈ ഇൻ്റർപൊളേഷൻ ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള എലിവേഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നതാണ് indirect method. This method of contouring is also known as contouring by spot levels. So indirect മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇതുപോലെ ഏതെങ്കിലും ഒരു ഗ്രിഡ് റെഡിയാക്കും. അതിനുശേഷം ഗ്രിഡിൻ്റെ ഓരോ കോർണേഴ്സിലും നമ്മൾ അതിൻ്റെ സ്പോട്ട് ലെവൽസ് കണ്ടുപിടിക്കും. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഈ കോർണറിൽ 100.4ഉം ഇതിൻ്റെ ഈ കോർണറിൽ 97.45 നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ 97, 99.25. നെക്സ്റ്റ് വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഒരു 98 വാല്യൂ ഉള്ളൊരു കോണ്ടൂർ എലിവേഷൻ പോയിന്റിന് നമ്മൾ ഇൻ്റർപൊളേറ്റ് ചെയ്തിട്ട് ഇവിടെ 100 ഇവിടെ 97 ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇറ്റ് വിൽ കം അറൗണ്ട് ഹിയർ 98 ആൻഡ് ഇവിടെ ആയിട്ട് ഒരു 98. ദെൻ വി വിൽ ജോയിൻ ദിസ് 98. അങ്ങനെ 98ൻ്റെ ലൈൻ നമ്മൾ ഇൻ്റർപൊളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ചെയ്യുന്നത്. ഇതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടറിങ്. സോ indirect method. In this method, the points located and surveyed are not necessarily on the contour lines. Contour linesലല്ല നമ്മൾ അതിൻ്റെ എലിവേഷൻ നോക്കുന്നത്. നമ്മളൊരു ഗ്രിഡ് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓരോ സ്പോട്ട് എടുത്തിട്ട് ആ ഗ്രിഡിൻ്റെ ഓരോ ബൗണ്ടറീസിൻ്റെ എലിവേഷനാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് വി വിൽ ഇൻ്റർപൊളേറ്റ് ഇറ്റ്. നമ്മൾക്ക് ഏത് കോണ്ടൂർ ലൈനാണോ വേണ്ടത് ആ കോണ്ടൂർ ലൈനിൻ്റെ പോയിൻറ്റിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ ഇൻ്റർപൊളേറ്റ് ചെയ്ത് വരക്കുന്നതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടറിങ്. സോ ദിസ് ഈസ് സ്ക്വയർ മെത്തേഡ്. സോ ഇതിൽ നമ്മൾക്ക് ഇവിടെ 100.8, 100.3, 102.1, 102.6, 101.3. സോ ഇതിൽ ഒരു 102 കോണ്ടൂർ ലൈൻ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കണം. ഇപ്പോൾ 4 and 5ൻ്റെ നടുക്ക് ഇവിടെ ആയിട്ട് വരാം. ഇൻ്റർപൊളേഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. സോ ലെറ്റ് ഇറ്റ് ബി ഹിയർ. അത് നെക്സ്റ്റ് ഗ്രിഡിലാണെങ്കിൽ ഇവിടെ, അടുത്തത്, അങ്ങനെ നമ്മൾ ഓരോ പോയിന്റ് ഇത് കനോട്ട് ബി ആക്യുറേറ്റ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾക്ക് കിട്ടുന്ന ആക്യുറേറ്റ് പോയിന്റ്സ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾക്ക് ആക്യുറേറ്റ് ആകാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ അസ്യൂം ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. This method is commonly employed in all kinds of surveys as this is cheaper, quicker and less tedious compared to direct method. Mainly 2 types ആണ് ചെയ്യുന്നത്. ബൈ സ്ക്വയേഴ്സിൻ്റെ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. The whole area is divided into number of squares and the side of which may vary from 5 to 30 meter. ഓരോ ഗ്രിഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ ഗ്രിഡിൻ്റെ ഓരോ പോയിൻറ്റ്സിൻ്റെയും നമ്മൾ ലെവൽസ് എടുക്കും. സ്ക്വയർ മെത്തേഡ്. ഇതും സ്ക്വയർ മെത്തേഡിന് തന്നെ പറയുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വിത്തിൻ ദ സ്ക്വയേഴ്സ് മേ ബി ടേക്കൺ വെൻ റിക്വയർഡ് ആൻഡ് ലൊക്കേറ്റഡ് ബൈ മെഷർമെൻറ്റ്സ് ഫ്രം ദ കോർണേഴ്സ്. നെക്സ്റ്റ് ഇസ് ക്രോസ് സെക്ഷൻ. സോ ക്രോസ് സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്, ഇത് മെയിൻലി റോഡ്സ്, റെയിൽവേ, കനാലിലൊക്കെ വേണ്ടിയിട്ടാണ് ക്രോസ് സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഒരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡിലെയും ഇതുപോലെ നമ്മൾ പോയിൻറ്റ്സ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ എലിവേഷൻ കണ്ടുപിടിക്കുന്നതാണ്. ലെറ്റ് ദിസ് ഈ സി ആണ് എൻ്റെ സെൻട്രൽ ലൈൻ. എന്നിട്ട് ഇവിടെ
ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിലും കണ്ടുപിടിക്കാം അതിൻ്റെ ലെവൽസ്. This method is most suitable for the surveys of long narrow strips such as road, railway, canal. Cross sections are run transverse to the center line of the work and representative points are marked along the lines of cross section. The cross section lines need not necessarily be at right angles to the center line. This may be inclined at any angle to the center line if necessary. The spacing of the cross sections depends upon the topography of the country and nature of the survey. Indirect method, the common value is 20 to 30 meter in hilly country and 100 meter in flat country. Actually ഈ ക്രോസ് ഇതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഫ്ലാറ്റ് കൺട്രിയിലാണെങ്കിൽ അത് അടുത്തടുത്തായിരിക്കും. ഇവിടെ ഇപ്പം RD 580 RD 560 ദാറ്റ് മീൻസ് 20 ആണ് ഇതിൻ്റെ ഡിഫറൻസ്. പക്ഷേ ഒരു ഹില്ലി കൺട്രിയിലാണെങ്കിൽ 20യും ഫ്ലാറ്റ് കൺട്രിയിലാണെങ്കിൽ അതിൽ കൂടുതലായിരിക്കും difference. The levels of points along the section lines are plotted on the plan and the contours are then interpolated as usual as shown in drawing. ഓരോ ഗ്രിഡിൻ്റെ പോയിന്റ്സ് എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ട കോണ്ടൂർ ലൈൻസിനെ ഇൻ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് മെത്തേഡ്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഈസ് ബൈ ടാക്യോമെട്രിക് മെത്തേഡ്. ടാക്യോമെട്രിക് മെത്തേഡാണ് ഏറ്റവും ഈസി മെത്തേഡ്. ദാറ്റ് മീൻസ് ഒരു ടാക്യോമീറ്റർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറ്റും, വെർട്ടിക്കൽ ഡിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ദ സ്റ്റാഫ് സ്റ്റേഷൻ മേ ബി ഡിറ്റർമൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ ഡിഫറൻസ് ഓഫ് ദ സ്റ്റാഫ് റീഡിങ്സ് ആൻഡ് ഓഫ് ദ അപ്പർ ആൻഡ് ലോവർ സ്റ്റഡിയ വയേഴ്സ് വിത്ത് സ്റ്റഡിയ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ടാക്യോമീറ്ററിൻ്റെ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദിസ് ദ ടാക്യോമീറ്റർ ഈസ് യൂസ് ഫോർ ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ്സ്. By tachyometric method is most suitable in hilly areas as the number of stations which can be commanded by the tachyometer is far more than those by a level, and thus the number of instrument settings are considerably reduced. A number of radial lines are laid out at a non-angular interval and representative points are marked by pegs along these radial lines. Their elevations and distances are then calculated and plotted on a plan and contour lines are then interpolated. Next, interpolation. Indirect method നമ്മൾ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എങ്ങനെയാണ് പോയിന്റ്സ് ഇൻ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ദ പ്രോസസ് ഓഫ് സ്പേസിംഗ് ദ കോണ്ടൂർസ് പ്രൊപ്പോർഷണലി ബിറ്റ്വീൻ ദ പ്ലോട്ടഡ് ഗ്രൗണ്ട് പോയിന്റ്സ് ഇസ് ടേംഡ് ആസ് ഇൻ്റർപോളേഷൻ. നേരത്തെ നമ്മൾ കണ്ടു, ഇപ്പം ഒരു ഗ്രിഡിൽ ഒരു എൻഡിൽ 103യും ഒരു എൻഡിൽ 101ഉം ആണെങ്കിൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് 102 എന്നുള്ളൊരു കോണ്ടൂർ ലൈൻ പോവുകയാണെങ്കിൽ ആ 102 നമ്മൾ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും, അതിനാണ് ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. ദിസ് becomes necessary in the case of indirect contouring as only the spot levels are taken in this method. Indirect contouringലാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. While interpolation of contours the ground between any two points is assumed to be uniformly sloping. യൂണിഫോം സ്ലോപ്പ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഒരു പോയിന്റ്. 2 methods ഉണ്ട്. ഫസ്റ്റ് എസ്റ്റിമേഷൻ, 3 methods ഉണ്ട്. First estimation, second arithmetic calculation, third graphical method. Estimation, the position of the contour points between ground points are estimated roughly and the contours are then drawn through these points. Roughly നമ്മൾ രണ്ട് പോയിന്റിൻ്റെയും ഇടയിലുള്ള പോയിന്റിനെ അസ്യൂം ചെയ്ത് പറഞ്ഞ് ആ പോയിന്റിൽ കൂടെ നമ്മൾ റഫ്ലി വരക്കുന്നതാണ് by estimation method. Next, arithmetic calculation. This is very tedious but accurate method and it is used for small areas where accurately results are necessary. The contours are interpolated as interpolation by arithmetic calculation എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് A and B യുടെ റെഡ്യൂസ് ലെവൽസ് അറിയാം. 25.45, ബിയിൽ 27.54. സോ എയുടെയും ബിയുടെയും ഇടയിലായിട്ട് രണ്ട് കോണ്ടൂർ ലൈൻസാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. 26 മീറ്ററിൻ്റെയും 27 മീറ്ററിൻ്റെയും. ഓക്കെ, സോ അതിൻ്റെ കോണ്ടൂർ ഇൻ്റർവൽ 1 മീറ്റർ ആണ്. നെക്സ്റ്റ്, ദ ഡിഫറൻസ് ഓഫ് ലെവൽ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് എയിൽ 25.45 ആണ്, ബിയിൽ 27.54 ആണ്. അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 2.09 ആണ്, ഡിഫറൻസ് ഇൻ ലെവൽ. നെക്സ്റ്റ് നമ്മൾക്ക് കിട്ടുന്ന ഇൻപുട്ട് എയും ബിയും തമ്മിലുള്ള 2 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് 30 മീറ്റർ ആണ്. നെക്സ്റ്റ് നമ്മൾക്ക് തരുന്നത് 26 മീറ്റർ കോണ്ടൂർ ലൈനിൻ്റെയും 27 മീറ്റർ കോണ്ടൂർ ലൈനിൻ്റെയും ലെവൽസ് നമ്മൾക്ക് തരുന്നുണ്ട്. അത് 0.55ഉം 1.55ഉം ആണ്. സോ ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് 26 മീറ്റർ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് 26 മീറ്ററിൻ്റെ ലെവൽ 0.55 ബൈ ടോട്ടൽ ഡിഫറൻസ്
ഓഫ് ലെവൽ ബിറ്റ്വീൻ എ ആൻഡ് ബി 2.09 ഇൻറ്റു അതിൻ്റെ എ ആൻഡ് ബിയുടെയും ഡിഫറൻസ് 30. ദാറ്റ് ഈസ് ഡിഫറൻസ് ഓഫ് എ ആൻഡ് 26 മീറ്റർ ലെവൽ by difference of A and B into distance of AB will give the horizontal distance between A and 26. Similarly, horizontal distance between A and 27 എന്ന് പറയുന്നത് difference of A and 27 by difference of A and B into distance AB. Interpolation by graphical method വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾക്ക് എയിൻ്റെയും ബിയിൻ്റെയും ഇടയിലുള്ള കോണ്ടൂർ ലൈൻസ് ആണ് വരക്കേണ്ടതെന്ന് അസ്യൂം ചെയ്യാം. സോ എയുടെ ലെവൽ എന്ന് പറയുന്നത് 51.5 മീറ്ററും ബിയുടെ 62.5 മീറ്ററുമാണ്. സോ നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇതിനെ തന്നെ പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഗ്രിഡ് ലൈൻ നമ്മൾ അസ്യൂം ചെയ്യാം. സോ എയുടെ വാല്യൂ 51ഉം ബിയുടെ 62 ആയ സ്ഥിതിക്ക് നമ്മൾക്കൊരു 50, 55, 60, 65 എന്നുള്ള രീതിയിൽ ഒരു ട്രേസിങ് പേപ്പറിൽ നമ്മളെടുത്ത് ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് 50, 55യുടെ ഇടയിൽ 5 പോയിൻറ്റ്സ് വ്യത്യാസമാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു 1/10 എന്നുള്ള ഇൻ്റർവെല്ലിൽ ഓരോ മൈന്യൂട്ട് തിൻ ലൈൻസ് മാർക്ക് ചെയ്യുക. അതിൻ്റെ ഓരോ 10th ലൈൻ ദാറ്റ് മീൻസ് 50, 55, 60, 65 ഈ മെയിൻ ലൈൻസ് ഇത്തിരി തിക്കായിട്ട് മാർക്ക് ചെയ്യാം. ദെൻ വി ഹാവ് ടു പ്ലേസ്. എന്നിട്ട് നമ്മളുടെ എ ബി എന്നുള്ള ലൈൻ എ 51.5ഉം ബി 62.5ഉം ഈ ട്രേസിങ് പേപ്പറിൽ വരുന്ന രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. സോ നമ്മൾക്കറിയാം 60 തിക്ക് ലൈൻ ആണെങ്കിൽ 62.5 എന്ന് പറയുമ്പോൾ അത് ഒരു തേർഡ് ലൈൻ കഴിഞ്ഞ് വരുന്ന രീതിക്ക് വേണം 62.5 വരാൻ. ആൻഡ് 51.5 എന്നുള്ള എ 50യിൽ നിന്നും ഒരു ലൈൻ കഴിഞ്ഞ് അതിൻ്റെ എത്രയാണോ വരുന്നത് അത് അസ്യൂം ചെയ്തിട്ട് എയും നമ്മൾ പ്ലേസ് ചെയ്തു. സോ എയും ബിയും നമ്മൾക്ക് കറക്റ്റായിട്ട് ഈ ലൈന് പ്ലേസ് ചെയ്യാൻ പറ്റിയാൽ പിന്നെ ബാക്കി അതിൻ്റെ ഇടയിലുള്ള പോയിൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ റീഅറേഞ്ച് അതുപോലെ ആ ഒരു പ്രൊപ്പോർഷണലി ആയിട്ട് അത് പ്ലേസ് ആയിക്കോളും. സോ ഇനി നമ്മൾക്ക് അത് 55 എന്നുള്ള കോണ്ടൂർ ലൈന വേണമെന്നുള്ളതെങ്കിൽ 55ൻ്റെ ലൈൻ്റെ നേരെ നോക്കുക. ഏത് പോയിൻറ്റ് എ ബിയിലെ ഏത് പോയിൻ്റാണോ 55 കട്ട് ചെയ്യുന്നത് അവിടെ ആയിരിക്കും 55 ലെവൽ വരുന്ന പോയിൻ്റ് ഉള്ളത്. ആൻഡ് 60 ലെവൽ വരുന്ന പോയിൻ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ എ ബിയുടെ ഏത് പോയിന്റിലാണോ 60 എന്നുള്ള തിക്ക് ലൈൻ കട്ട് ചെയ്യുന്നത് അതായിരിക്കും 60 ലെവൽ വരുന്ന പോയിന്റ്. അതാണ് 1 and 2 എന്ന് പറഞ്ഞ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് ഇന്റർപോളേഷൻ ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. നെക്സ്റ്റ് കോണ്ടൂർ ലൈൻസിൻ്റെ വരക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദെയർ ഫൈൻ ആൻഡ് സ്മൂത്ത് ഹാൻഡ് ഫ്രീ ലൈൻസ് either drawn in black or brown color. Drawing pen gives a better line than a writing pen. Every fifth contour is made thicker than the rest. The elevation of contours must be written in a uniform manner, either on a higher side or in the gap left between the line. When the contour lines are very long, their elevations are written at 2 or 3 places to identify the contour line. നല്ല നീളമുള്ള ലൈൻ ആണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ലൈൻ ആണെങ്കിൽ അതിൽ ഒരു ഇൻ്റർമീഡിയറ്റ് പോയിന്റ് കഴിയുമ്പോൾ അതിൻ്റെ കോണ്ടൂർ എത്രയാണോ കോണ്ടൂർ ലൈനിൻ്റെ വാല്യൂ അത് എഴുതിയിരിക്കണം. ഇൻ കേസ് ഓഫ് സ്മോൾ സ്കെയിൽ മാപ്സ് ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു ഫിഗർ എവറി ഫിഫ്ത്ത് കോണ്ടൂർ. നെക്സ്റ്റ് യൂസസ് ഓഫ് എ കോണ്ടൂർ മാപ്പ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടൂർ മാപ്പിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ വെദർ ദ ഗ്രൗണ്ട് ഇസ് ഫ്ലാറ്റ്, അൺഡുലേറ്റിംഗ്, മൗണ്ടനസ്. കോണ്ടൂർ വാല്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളത്. നെക്സ്റ്റ്, ഫ്രം എ കോണ്ടൂർ മാപ്പ് സെക്ഷൻസ് മേ ബി ഈസിലി ഡ്രോൺ ഇൻ എനി ഡയറക്ഷൻ. കോണ്ടൂർ മാപ്സിൽ നിന്ന് സെക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വെദർ ഇറ്റ് ഈസ് സ്റ്റീപ്പ്, സ്ലോപ്പി, whatever it is. Next, intervisibility between two ground points plotted on a map can be ascertained. ഇപ്പോൾ ഒരു ഹില്ലി കോണ്ടൂറാണ് നമ്മൾ വരക്കുന്നതെങ്കിൽ 2 പോയിന്റ്സ് തമ്മിൽ മേ ബി അത് വിസിബിൾ ആയിരിക്കില്ല. സോ 2 പോയിന്റ്സ് തമ്മിലുള്ള ഇന്റർവിസിബിലിറ്റി ഒരു കോണ്ടൂർ ലൈൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് എനബിൾസ് an engineer to approximately select the most economical and suitable sites. റോഡ്, റെയിൽവേ, കനാലിന് പറ്റിയ സൈറ്റ്സ് എല്ലാം ഒരു എഞ്ചിനീയറിന് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സെയിം എലവേഷനുള്ള പോയിന്റ്സ് നമ്മൾ ഫിക്സ് ചെയ്യണമെങ്കിൽ അതൊരു ആക്സസിബിൾ ആണെങ്കിൽ അതൊരു റോഡിന് പറ്റിയ സൈറ്റായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു ഗിവൺ റൂട്ടിൻ്റെ എലിവേഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. കാച്ച്മെൻറ്റ് ഏരിയ, കപ്പാസിറ്റി ഓഫ് റിസർവോയർ കണ്ടുപിടിക്കാൻ